ഇന്ന് നമ്മൾ ഓട്സ് കൊണ്ട് ഒരു ഡ്രിങ്കാണ് കേട്ടോ തയ്യാറാക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഓട്സ് ഒന്ന് വറുത്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് 1/2 കപ്പോളം ഓട്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. ഒന്ന് ചൂടായി അതുപോലെ തന്നെ ഒന്ന് ക്രിസ്പി ആയി കിട്ടിയാൽ മതി. ഒരുപാട് സമയം ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഏകദേശം ഒരു 3-4 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് വെച്ചാൽ തന്നെ ഇത് ആയി കിട്ടും. പിന്നെ നമുക്ക് ഇത്രയും ക്വാണ്ടിറ്റി ഒന്നും വേണ്ട കേട്ടോ. അപ്പോൾ കുറച്ച് ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് പിന്നീട് ഉണ്ടാക്കുമ്പോൾ അടിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്കൊരു 1/4 കപ്പോളം ഓട്സ് വറുത്തിരിക്കുന്ന ഓട്സ് ചേർക്കാം. ഇനി ഇതിൻ്റെ കൂടെ തന്നെ 1/4 കപ്പോളം കപ്പലണ്ടിയും കൂടി ചേർക്കുന്നുണ്ട്. കപ്പലണ്ടി വറുത്ത് തൊലിയെല്ലാം കളഞ്ഞെടുത്തതാണ്. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കപ്പലണ്ടിയും ഓട്സും കൂടി ചേരുമ്പോൾ. ഇതിന് പകരം നമുക്ക് കാഷ്നട്ട് ആയാലും ചേർക്കാം. കാഷ്നട്ട് ആകുമ്പോൾ ഇത്രയും ചേർക്കണ്ട, കുറച്ച് ചേർത്താൽ മതി. പിന്നെ 2 ചെറിയ പഴം എടുത്തിട്ടുണ്ട് ചേർക്കുന്നത്. റോബസ്റ്റ പഴമാണെങ്കിൽ ഒരു വലിയ പഴം മതിയാവും. പിന്നെ നമുക്ക് ഒരു ചോക്ലേറ്റ് ഫ്ലേവറിന് വേണ്ടിയിട്ട് ബൂസ്റ്റാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ ഒരു 2 ടീസ്പൂൺ ബൂസ്റ്റും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇത് ചേർത്താൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബൂസ്റ്റ് പൗഡറും കൂടി ചേർക്കുന്നത്. പിന്നെ മധുരത്തിന് വേണ്ടിയിട്ട് ശർക്കരയാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. ഇതൊരു 1/4 കപ്പോളം ശർക്കരയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ശർക്കരയ്ക്ക് പകരം പഞ്ചസാര ആയാലും കുഴപ്പമൊന്നുമില്ല. ഹെൽത്തി ആക്കാൻ വേണ്ടിയിട്ടാണ് ശർക്കര ഉപയോഗിച്ചത്. ഇനി ഒന്നെങ്കിൽ പാല് ചേർക്കാം, അല്ലെങ്കിൽ വെള്ളം ചേർത്ത് അരച്ചെടുക്കാം. ഞാനിവിടെ തണുത്ത വെള്ളം ഒഴിച്ചിട്ടാണിത് അരച്ചെടുക്കുന്നത്. ഇതുപോലെ നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കഴിക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്കാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്കാണ്. പ്രത്യേകിച്ച് ചൂട് സമയത്ത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഈസി ഡ്രിങ്കാണ്. അപ്പോൾ ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്